ഇതെപ്പോഴും അടയ്ക്കുമെന്നാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങളൊരു കോപ്പ് ചെയ്തില്ലെങ്കിലും ആർക്കും കണക്ഷൻ കൊടുത്തില്ലെങ്കിലും ഒന്നുമില്ല. JCB ഒന്നും വേണ്ട, ഈ മൺവെട്ടി വെച്ചാണ് ചെയ്യാനുള്ളത്. JCB വെച്ച് വീണ്ടും കുത്തി ഇളക്കാനായിരിക്കും പരിപാടി അല്ലേ? ഇത് എത്ര ദിവസമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? അതെടുത്ത് മൂടാൻ നിങ്ങൾക്ക് വയ്യായിരുന്നോ? പണി ഇവിടെ നിങ്ങൾ നിർത്തി വെച്ചിട്ട് പോകേണ്ടി വരും. നിങ്ങൾക്ക് ഒരു കോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. മനുഷ്യന്റെ ക്ഷമ പരിശോധിക്കുന്നുണ്ട്, അതിലുണ്ട്. റോഡ് പണിയുമായി ബന്ധപ്പെട്ട കരാറുകാരനെ ശകാരിച്ചത് ബോധപൂർവമല്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ. എന്താണ് ഇന്നലത്തെ ആ ഒരു പ്രശ്നത്തിനിടയാക്കിയ സംഭവം? കഴിഞ്ഞ 5-6 മാസമായിട്ട് നമ്മുടെ ഈ റോഡിൻ്റെ വശത്ത് താമസിക്കുന്ന ആളുകൾ വലിയ ദുരിതത്തിലാണ്. കാര്യങ്ങളൊന്നും ആളുകളോട് ഒരു ചെറിയ വീഡിയോ തയ്യാറാക്കി പറയണമെന്നുള്ള നിലയിൽ ഇവിടുന്നുള്ള പ്രവർത്തകന്മാർ എന്നോട് പറഞ്ഞു. ഇവിടെ ഈ സ്ഥലത്തൊരു വണ്ടി ഒരു പൊന്തിപ്പോയിരിക്കുന്നു, ചെളിയിൽ താഴ്ന്നു പോയിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ PA മൈക്ക് കുത്തി തന്നു. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയില്ല. അപ്പോൾ അതിനു മുമ്പാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. എനിക്ക് വല്ലാണ്ടുള്ള ഒരു ദേഷ്യം വന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ അല്പം ഒന്ന് ദേഷ്യപ്പെട്ട അയാളോട് സംസാരിച്ചു. ഇതെൻ്റെ കയ്യിൽ ഇത് ഉടുത്തി കുത്തിയിരിക്കുന്ന കാര്യം ഞാനത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ വന്നുപോയതാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു എന്ന് എനിക്കറിയാം. ഇതിരിക്കുന്നത് ചിന്തിക്കാതെയല്ലേ പറയുന്നത്. അങ്ങനെ ചില വാക്കുകൾ ഉപയോഗിച്ചു പോയി. അത് അത്രയ്ക്ക് വിഷമമുണ്ട്. ആളുകളുടെ പ്രയാസം നമ്മൾ കാണുകയല്ലേ.